ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത് മെയ് 2025 നടന്ന 2024 സ്കീമിലെ പുതിയ സ്കീം അനുസരിച്ച് നടന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസുകാരുടെ പേപ്പറാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ S2 സെമസ്റ്റർ. അവരുടെ കോഴ്സ് കോഡ് GAMAT 201. GAMAT 201. കോഴ്സ് നെയിം മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 2. ഇത് മെയ് 2025, അതായത് 2024 സ്കീം അനുസരിച്ച് നടന്ന ഫസ്റ്റ് എക്സാമിനേഷന്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇവർക്ക് ആകെ 4 മോഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റ് മോഡ്യൂള് ലീനിയർ ആൾജിബ്രയാണ്, രണ്ടാമത് വെക്ടർ സ്പേസ്, മൂന്നാമത് ഇന്നർ പ്രൊഡക്റ്റ്, നാലാമത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ചെയ്യാൻ പോണത് ആദ്യത്തെ മോഡ്യൂളിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ആൻസേഴ്സ് ആണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ മോഡ്യൂൾ, പിന്നെ മൂന്നാമത്തെ മോഡ്യൂൾ, അങ്ങനെയാണ് ഓർഡറിലാണ് ചെയ്യുന്നത്. ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാർട്ട് എയില് 8 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ്. 24 മാർക്ക്. പിന്നെ പാർട്ട് ബിയില് ഓരോ മോഡ്യൂളിനും നിന്ന് ഒരു ഫുൾ ക്വസ്റ്റ്യൻ വീതം ആൻസർ ചെയ്യണം. ഒരു ഫുൾ ക്വസ്റ്റിന് 9 മാർക്കാണ്. അങ്ങനെ 4 9 36 മാർക്ക്. 36 24 60 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ആദ്യം ലീനിയർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ലീനിയർ ആൾജിബ്രയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഫൈൻഡ് റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 -1 0 1 2 -1 5 3 -2. ഇതാണ് ക്വസ്റ്റ്യൻ. 1 -1 0 1 3 -1 5 3 -2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റാങ്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിന് എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ എക്കലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? 1 -1 0. സെക്കൻഡ് റോയില് 1 3 -1 5 3 -2. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് എഴുതണം. ഒരു എലിമെന്റ് പോലും മാറിപ്പോകരുത്. ഒരു മൈനസ് പ്ലസ് ആവുകയോ പ്ലസ് മൈനസ് ആവുകയോ ചെയ്ത് നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് റോയില് 1 -1 0 ആണ്. സെക്കൻഡ് റോയില് 1 3 -1 ആണ്. തേർഡ് റോയില് 5 3 -2 ആണ്. അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം പ്രോബ്ലം ചെയ്ത് തുടങ്ങാനായിട്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ വെക്കുക. ഇനി ഈ സെക്കൻഡ് റോയിൽ ഈ 1 നമുക്ക് 0 ആക്കണം. അതിന് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. R2ൽ നിന്ന് R1 കുറയ്ക്കുക. 1ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 0. 3ൽ നിന്ന് -1 കുറച്ച് എത്ര കിട്ടും? 4. -1ൽ നിന്ന് 0 കുറച്ച് എത്ര കിട്ടും? -1. ഇനി 5 നമുക്ക് 0 ആക്കാം. അതിനെന്ത് ചെയ്യണം? R3 ചേഞ്ചസ് ടു R3 മൈനസ് 5 R1. അതായത് R3ൽ നിന്ന് 5 R1 കുറയ്ക്കുക. 5ൽ നിന്ന് 5 കുറച്ച് എത്ര കിട്ടും? 0. ഇവിടെ 3ൽ നിന്ന് -5. ഇവിടെ നമ്മൾ 5 കൊണ്ട് ഈ R1 ഗുണിക്കണം. അപ്പൊ എന്താവും? -5. 3 -5 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 8 വരും. 0 8. ഇനി അടുത്തത് എന്താണ്? -2ൽ നിന്ന് 0 കുറയ്ക്കുക. അപ്പൊ -2. ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ R3 - 5 R. R3 എന്ന് പറഞ്ഞാൽ 5 3 -2. നമുക്ക് കൺഫ്യൂഷൻ ഇങ്ങനെ എഴുതാം. 5 3 -2. അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് റോയിനെ 5 കൊണ്ട് ഗുണിക്കുക. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 5 -5 0. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇനി ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 5ൽ നിന്ന് 5 കുറച്ചാൽ 0. 3ൽ നിന്ന് 5 കുറച്ചാൽ 8. -2ൽ നിന്ന് 0 കുറച്ചാൽ -2. അപ്പൊ അത് കറക്റ്റ് 0 8 -2. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതായത് ഈ നമ്മൾ പറയുന്ന റോ ആദ്യം ഇവിടെ എഴുതുന്നു 5 3 -2. ഫസ്റ്റ് റോയിനെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു. 5 കൊണ്ട് ഗുണിച്ചു 5 -5 0. അതിനുശേഷം ഇതിന്ന് കുറയ്ക്കും. അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. ആ മാർജിനിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് കേസില് നെക്സ്റ്റ് കേസ് ചെയ്യേണ്ടത് ഈ
ഇവിടെ കോമൺ ആയിട്ട് വരുന്ന 8 നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. 1 -1 0 0 4 -1 0. ഈ തേർഡ് റോയിന് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 വരും, -1 വരും. വരുന്നാൽ 8 -2. ഞാനിവിടെ ചെയ്ത പ്രോസസ്സ് R3 changes to R3 divided by 2. ഇനി അടുത്ത സ്റ്റേജില് 1 -1 0. സെക്കൻഡ് റോയില് 0 4 -1. ഇനി R3 changes to R3 minus R2. ഈ 4ന്റെ താഴെയുള്ള 4ന് 0 ആക്കണം. അപ്പൊ 0 ന് 0 0, 4 ന് 4 കുറച്ച 0, -1 ന് -1 കുറച്ച് ചെയ്യുമ്പോൾ 0. അപ്പൊ നമുക്ക് എക്കലോൺ ഫോം കിട്ടി. എക്കലോൺ ഫോമില് റാങ്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. റാങ്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നോൺ സീറോ റോസ് എത്രയാണ്? നോൺ സീറോ റോസ് 1 2. ഒരു റോയില് ഒരു എലിമെന്റ് എങ്കിലും സീറോ അല്ലാതെ വന്നാൽ, ഒരു റോയില് ഒരു എലിമെന്റ് എങ്കിലും സീറോ അല്ലാതെ വന്നാൽ ആ റോയിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ സീറോ റോസ്. ഇത് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 2 നോൺ സീറോ റോസ്. അപ്പൊ റാങ്ക് ഈസ് ഈക്വൽ ടു എന്താണ്? റാങ്ക് ഈസ് ഈക്വൽ ടു 2 ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി സ്പെക്ട്രം ഓഫ്. സ്പെക്ട്രം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് സ്പെക്ട്രം. Second question, find the spectrum of spectrum of 0, 4, -4, 0. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ. സ്പെക്ട്രം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഐഗൻ വാല്യൂസ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഇതിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്പെക്ട്രം കാണാനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഇതെങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. സ്പെക്ട്രം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക്കേഷൻ എഴുതാം. ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് A - λI = 0. ഈ ക്യാരക്ടറിസ്റ്റിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? λ² - S1 λ + S2 = 0. ഇതിൽ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. എന്താണത്? 0 + 0 = 0. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് A ആണ്. ഡിറ്റർമിനന്റ് A എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് 0 4 -4 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0 - +16. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 16. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താണ്? λ² - 0 λ + 16 = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? λ² = -16. therefore λ എന്ന് പറഞ്ഞാൽ എന്താണ്? √(-16) എന്ന് പറഞ്ഞാൽ എന്താണ്? ±4i. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ±4i. therefore λ എന്ന് പറഞ്ഞാൽ എന്താണ്? λ = 4i -4i. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. സ്പെക്ട്രം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൻ വാല്യൂസ് ആണ്. ഐഗൻ വാല്യൂസിന് പറയുന്ന മറ്റൊരു പേരാണ് സ്പെക്ട്രം. അപ്പൊ സ്പെക്ട്രം കാണാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് സ്പെക്ട്രം കാണാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്താണ്? λ² - S1 λ + S2 = 0. അതിൽ S1 എന്താണ്? S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ഇവിടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? 0 0 കൂട്ടുമ്പോൾ 0 തന്നെ. മറ്റ് ഡിറ്റർമിനന്റ് എത്രയാണ് കിട്ടിയത്? 16. അതിനാണ് S2 എന്ന് പറയുന്നത്. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഏതാണ്? λ² + S2 = 0. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും? ±4i. ഇത് +4iയും -4iയും ആണ് ഇതിന്റെ സ്പെക്ട്രം ആയിട്ട് വരുന്നത്. λ = 4i - 4i. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.